ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായി ആത്മീയരായ മാതാപിതാക്കൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ദൈവവചനാടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവചന സന്ദേശമാണ്. കാരണം ഇന്ന് നമ്മൾ എത്ര കുടുംബ തകർച്ചകളാണ് നമ്മൾ കാണുന്നത്. അനുസരണമില്ലാത്ത മക്കൾ, പ്രാർത്ഥിക്കുന്നവരുടെ പോലും തലമുറകളിൽ സംഭവിപ്പാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഒത്തിരി പേര് പ്രാർത്ഥനാ വിഷയങ്ങളായിട്ട് മക്കളെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവസന്നിധിയിലിരിക്കുകയും ദൈവജനം ധ്യാനിക്കുകയും ചെയ്തതിൽ നിന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ പല സമയങ്ങളിലും നമ്മുടെ മക്കളെയൊക്കെ കുറ്റപ്പെടുത്തുന്നവരാണ്. എന്നാൽ മാതാപിതാക്കളായ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ മക്കൾ തെറ്റിപ്പോകാതെ അവർ ആത്മീയരായും ദൈവകൃപയിലും ഒക്കെ നിലനിന്നുകൊണ്ട് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ദൈവഭക്തനായ ഇസഹാക്കിൻ്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ച ചില തകർച്ചകളാണ്. ശരിക്കും ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാ പ്രേരിതമാണെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യങ്ങളിലൊന്ന് ഇതിൻ്റെ അകത്ത് അനുഗ്രഹങ്ങൾ മാത്രമല്ല, പലരുടെയും വീഴ്ചകളും പതനങ്ങളും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മനുഷ്യനാണ് ബൈബിൾ രചിച്ചതിൻ്റെ പിന്നിലെങ്കിൽ ഒരിക്കലും ദോഷകരമായ ദൈവഭക്തന്മാരുടെ കുടുംബത്തിൽ സംഭവിച്ച തകർച്ചകൾ ഒരിക്കലും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തത്തില്ലായിരുന്നു. അതിനെ ഒഴിവാക്കിയതിനെയും അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തിയതിനെയും. പക്ഷേ പരിശുദ്ധാത്മാവാണ് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ്. അതുകൊണ്ട് തന്നെ ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകളും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഈ മെസ്സേജ് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. വളരെ ശ്രദ്ധാപൂർവം നമുക്ക് നോക്കാം. അതെല്ലാം ഇത്ര കൃത്യമായി വചനത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് അവിടുന്ന് സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനായിട്ടാണ്. ഈ കുടുംബം കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുമ്പോൾ ബൈബിളിൽ പ്രത്യേക പ്രാധാന്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവഹിതപ്രകാരമുള്ള വിവാഹത്തെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് മക്കളെ വളർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇസഹാക്ക് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ എല്ലാം ഒരു മാതൃകാ പുരുഷനാണ്, ഇല്ലേ? നമ്മൾ സാധാരണ വിവാഹ ശുശ്രൂഷകളിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു തുണയൊക്കെ കിട്ടാനായിട്ടുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഏറ്റവും കൂടുതൽ അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഒക്കെ ഓർത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില പാളിച്ചകളുണ്ട്, പരാജയങ്ങളുണ്ട്. ഇസഹാക്ക് പല സമയത്തും ഏലയാസറിനെ പരിശുദ്ധാത്മാവിനോട് താരതമ്യം ചെയ്തും ഇസഹാക്കിനെ യേശു ക്രിസ്തുവിനോട് താരതമ്യം ചെയ്തും ഒക്കെ പ്രസംഗിക്കപ്പെടാറുണ്ട്. പക്ഷെ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില പാളിച്ചകൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. എനിക്കും 2 കുഞ്ഞുങ്ങളാണ്, ഒരു മോനും ഒരു മോളും. അപ്പം നമുക്കൊക്കെ ആശങ്കകളുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ആശങ്കകളുണ്ട്. കാരണം നമ്മൾ ഇന്ന് ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല. എല്ലാ ഇടങ്ങളിലും എന്താ പറയുന്നത്, ഒരു ജാതി മത വർഗ വ്യത്യാസമില്ലാതെ നമ്മൾ കുടുംബ തകർച്ച കാണുകയാണ്. പണ്ടുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് ഇതെല്ലാം. അനുസരണം കെട്ട മക്കൾ, വീട്ടിൽ കയറാത്തവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ. അപ്പം നമ്മൾ വളരെ പ്രാർത്ഥിക്കുകയും ഒത്തിരി നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്ന മേഖലകളാണിത്. വളരെ വേഗം നമുക്ക് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അപ്പം ഇസഹാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇസഹാക്കിൻ്റെ കുടുംബ തകർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇസഹാക്കിൻ്റെ ജീവിതത്തിലെ ഗുണങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന് പറയുകയാണ്. നമുക്കറിയാം, ഒരു സ്ത്രീയെ കാണാതെ അവളെ ഭാര്യയായി സ്വീകരിച്ച ഒരാളാണ് ഇസഹാക്ക്. അതായത് അബ്രഹാം ഏലയാസറിനെ പറഞ്ഞയച്ചതിന് ശേഷം ഇസഹാക്കിന് വേണ്ടിയുള്ള ആ റിബേക്ക എന്ന് പറയുന്ന വ്യക്തി വരുമ്പോൾ ഇസഹാക്ക് ധ്യാനിച്ചു കൊണ്ടിരുന്നു. ഇസഹാക്കിലുള്ള ഒരു പോസിറ്റീവ് സൈഡുകൾ ഞാൻ പറയാം. ഒന്ന്, ഇസഹാക്കിൻ്റെ വിവാഹം 40-ാമത്തെ വയസ്സിലായിരുന്നു. 20 വർഷം മക്കളില്ലായിരുന്നു. 60-ാമത്തെ വയസ്സിലാണ് ഇസഹാക്കിന് അല്ലെങ്കിൽ റിബേക്കയ്ക്ക് ഗർഭം ധരിച്ച് ഒരു കുഞ്ഞുണ്ടാകുന്നത്. അത് ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 24, 25, 26 അധ്യായങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കും. 20 വർഷം കുഞ്ഞുങ്ങളില്ലാതെ ഇരുന്ന് ഇസഹാക്കിൻ്റെ ഭാര്യ മച്ചിയായിരുന്നെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്തൊക്കെ ഒത്തിരി ദൂതുണ്ട് കേട്ടോ. ദൈവം പറയുന്നത് കേട്ട് നമ്മൾ ചെയ്താലും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നടന്നില്ലെങ്കിലും അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്.
നമ്മളെ ദൈവാശ്രയം പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ആയിരിക്കാം. അപ്പോൾ ദൈവം പറഞ്ഞത് കേട്ടിട്ടാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. ഇസഹാക്ക് ഒരു പ്രാർത്ഥനാ മനുഷ്യനാണില്ലേ. ഇസഹാക്ക് ധ്യാനിക്കുകയായിരുന്നു. വെളിമ്പ്രദേശത്ത് ധ്യാനിക്കുന്നു എന്ന് പറയുമ്പം ചില ആൾക്കാർക്ക് അത് മറ്റെന്തോ ആണ് എന്ന് ധരിക്കുന്നവരുണ്ട്. പക്ഷേ മെഡിറ്റേറ്റഡ് എന്നാണ് ട്രാൻസ്ലേഷനുകളിൽ, നല്ല ട്രാൻസ്ലേഷനുകളും പറയുന്നത്. ധ്യാനിക്കുകയായിരുന്നു എന്ന് തന്നെയാണ്. പ്രാർത്ഥിക്കുക, ധ്യാനം, പ്രാർത്ഥന അങ്ങനെ ചേർത്ത് ചിന്തിക്കുന്നതാണ് നല്ലതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അല്ലായിരുന്നത്. അപ്പം 20 വർഷം മക്കളില്ലാതെ ഇരുന്ന് മക്കളുണ്ടായ ഒരു കുടുംബമാണ് ഇസഹാക്കിൻ്റെ കുടുംബം. അടുത്തത് ദൈവം പറയുന്നത് കേട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 26 വരുമ്പം ദൈവം പറയുന്നത് കേട്ട് അനുസരിച്ച് ക്ഷാമകാലത്ത് മിസ്രൈമിലേക്ക് പോകരുത് എന്ന് ദൈവം പറയുന്നത് കേട്ട് പോകാതെ ഇരുന്ന് ദൈവം പറഞ്ഞ സ്ഥലത്ത് നിന്ന് ദൈവാനുഗ്രഹങ്ങൾ പരിധികളില്ലാതെ അനുഭവിച്ചവനാണ്. മഹാധനവാനാണ്, സമ്പന്നനായി തീർന്നു എന്നൊക്കെയുള്ള പദമാണ്. അതായത് ചുറ്റുപാടുമുള്ള മനുഷ്യർ അത്ഭുതപ്പെടുമാറ് ദൈവാനുഗ്രഹങ്ങൾ അനുഭവിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് വന്ന തകർച്ചകളുടെ കാരണം എന്താണെന്ന് ഞാൻ നോക്കാം. അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന്, ദൈവാശ്രയം ജീവിതത്തിലുണ്ടായിരുന്നു, ദൈവാനുഗ്രഹങ്ങൾ അനുഭവിച്ചു, ദൈവം പറയുന്നത് കേട്ടൊക്കെ ജീവിതം ആരംഭിച്ചെങ്കിലും കാലക്രമേണ ഈ ദൈവഭക്തൻ്റെ കുടുംബത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ജഡീകമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആ കുടുംബത്തെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങി. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇസഹാക്ക് മൂത്ത മകനായ ഏശാവിൻ്റെ വേട്ട ഇറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് മൂത്ത മോനെ സ്നേഹിച്ചു, അമ്മ ഇളയ മോനെ സ്നേഹിച്ചു. 2 മക്കളാണല്ലോ, മൂത്തയാൾ ഏശാവും ഇളയയാൾ യാക്കോബും. എനിക്കൊത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എന്താണെന്ന് ഞാൻ പറയാൻ കാരണം, ഞാനിങ്ങനെ പേരെടുത്ത് പറയുന്നതിൻ്റെ കാരണം, ഒത്തിരി ആൾക്കാർ വിളിച്ച് ദൈവജന സന്ദേശങ്ങളൊക്കെ അനുഗ്രഹമായി തീരുന്നെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവല്ലയിൽ വെച്ച് ഒരു സത്യത്തിൽ അക്രൈസ്തവമായ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ മതത്തിലുള്ള ഒരു മാന്യ സഹോദരി, ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓടി വന്നിട്ട് റെൻസം പാസ്റ്റർ അല്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞാണ്, ഞങ്ങൾ മെസ്സേജുകൾ കേൾക്കാറുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു രൂപാന്തരമുണ്ട്, ഒത്തിരി മാറ്റമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ച്, കർത്താവേ, ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അപാരമല്ലേ? അത് ആരിലേക്കൊക്കെ എത്തുന്നുണ്ട്, ആരുടെയൊക്കെ ഹൃദയങ്ങളിൽ പരിവർത്തനം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ ചില കാര്യങ്ങൾ, സിമ്പിളായ കാര്യങ്ങൾ പറയുന്നത്, അതായത് അബ്രഹാമിൻ്റെ മോനാണ് ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മക്കളാണ് യാക്കോബ്, ഏശാവ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം ദൈവവചനത്തോട് അത്രയധികം ഒന്നും അറിവില്ലാത്ത ധാരാളം ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്. അവർക്കൂടെ മനസ്സിലാക്കാനായിട്ടാണ് ചിലപ്പോൾ സിമ്പിളായ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ 2 മക്കളാണ് ഒരു വീട്ടിൽ. പക്ഷേ ഈ 2 മക്കൾ എന്താ പറ്റിയെന്നറിയാമോ? അപ്പന് മോനോടിഷ്ടം, മൂത്ത മോനോടിഷ്ടം, അമ്മയ്ക്ക് ഇളയ മോനോടിഷ്ടം. നോക്കിക്കേ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ചിലപ്പോൾ ഇത് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതൊരു നോർമലായ ഒരു കാര്യമാണ്. ഇപ്പം എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണല്ലോ, ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണ്, ഒരു മോനും ഒരു മോളും. അപ്പോൾ പല സമയത്തും പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്, പാസ്റ്റർക്ക് മോളോടായിരിക്കും സ്നേഹം കൂടുതലെന്ന്. ചില സമയങ്ങളിൽ അത് നേരത്തെ ഇങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കാൻ തുടങ്ങിയപ്പം ഞാനൊന്ന് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരിക്കലും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകാതിരിക്കാൻ ഇപ്പോൾ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് സത്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മോനോട് ഇഷ്ടക്കുറവ് കൊണ്ടല്ല, മോളോടൊരു പ്രത്യേക ഇഷ്ടം തോന്നാൻ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് പറയാം, ഞങ്ങളുടെ വീട്ടിൽ കൂടുതലും ആണുങ്ങളാണ്, പെൺകുട്ടികൾ കുറവാണ്. എനിക്കാണെങ്കിൽ പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു മോനെ ഉണ്ടായിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വൈഫിനോട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരു മോളെ വേണം, എനിക്ക് പെൺകുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് രുഹമ എന്ന് പറയുന്ന ഹോശയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം കരുണ ലഭിച്ചു. അപ്പം ഈ വാക്യം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നു. ഞാൻ ആ വാക്യം എഴുതി വെച്ച്, രുഹമ എന്ന് പറയുന്ന ഒരു പേര് എഴുതി വെച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, അവിടുന്ന് ഒരു പെൺകുഞ്ഞിനെ തന്നാൽ ആ പെൺകുഞ്ഞിന് ഞാൻ രുഹമ്മ എന്ന പേരിടുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ആഗ്രഹവും എൻ്റെ താല്പര്യവും ഒക്കെ കർത്താവ് ഇഷ്ടം തോന്നി 2ാമതൊരു മോളെ തന്നു. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് മോളെ പ്രത്യേകാൽ ഒരു പെൺകുട്ടിയെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കിട്ടിയത് കൊണ്ട് സ്വാഭാവികമാണ്. സാധാരണയുള്ള വീടുകളിലൊക്കെ പിന്നെ അപ്പന്മാർക്ക് പെൺമക്കളുണ്ടെങ്കിൽ അവരോടും, അമ്മമാർക്ക് ആൺമക്കളുണ്ടെങ്കിൽ അവരോടുമാണ് അടുപ്പം കൂടുതലെന്നുള്ള
ഒരു 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 പൊതു ചിന്താഗതി നമ്മൾ സാധാരണ കാണാറുണ്ടല്ലോ, ഇല്ലേ? അപ്പം ഇതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ നമ്മളൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്, ഞാനും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം ഒത്തിരി മാറ്റങ്ങൾ ഞാൻ ആ കാര്യത്തിൽ വരുത്തി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഒരു വേർതിരിവ് അവർക്ക് ഫീൽ ചെയ്യാനായിട്ട് പാടില്ല. വാങ്ങിക്കൊടുക്കുമ്പം 2 പേർക്കും വാങ്ങിക്കൊടുക്കുക, 2 പേരെയും ഒരുപോലെ സ്നേഹിക്കുക, സ്വാഭാവികമാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ദൈവഭക്തൻ്റെ കുടുംബത്തിൽ പറ്റിയ പ്രശ്നം കണ്ടോ? ഒന്നാമത്തെ പ്രശ്നം ആ കുടുംബത്തിൻ്റെ അകത്തുണ്ടായ വേർതിരിവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളിലൂടെ അവർ ദൈവസ്നേഹത്തെ കാണണം, നമ്മളിലൂടെ കാണണം. ഒരു 10, 12, 15 വയസ്സ് വരെയൊന്നും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അവരോട് പറഞ്ഞാലും അവർ ഈ പറയുന്ന കാര്യങ്ങളെക്കാൾ നമ്മളുടെ പ്രവൃത്തികളാണ് കാണുന്നത്. നമുക്ക് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കും, നമ്മൾ ആരാധനയ്ക്ക് പോകുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ വീടിൻ്റെ അകത്ത് നമുക്ക് വേർതിരിവുണ്ടെങ്കിൽ, നോക്കിക്കേ, ഈ ഇസഹാക്കും റിബേക്കയും തമ്മിലുള്ള ജീവിതം പരിശോധിക്കുമ്പോൾ ഇവർ തമ്മിൽ ഒരു ബന്ധമില്ലാത്തത് നമുക്ക് കാണാൻ പറ്റും. അതായത് കുടുംബജീവിതത്തിൽ ഒരു ഐക്യതയില്ല. സത്യത്തിൽ ഇവർ പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങിയ കുടുംബമാണ്, പ്രാർത്ഥിച്ചാണ് തലമുറയെ കിട്ടിയത്. പിന്നെ ഇസഹാക്കിൻ്റെ അമ്മയുടെ മരണദുഃഖം മാറ്റിയ ആളാണ് റിബേക്ക എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അമ്മ മരിച്ചപ്പം അമ്മയുടെ മരണദുഃഖം നീക്കിയവളാണ് റിബേക്ക. ഒന്ന് നോക്കിക്കേ, അത്രയ്ക്കൊരു നല്ല സ്ത്രീയായിരുന്നു. പക്ഷെ കാലങ്ങളിൽ മുമ്പോട്ട് പോയപ്പോൾ എന്തു പറ്റി? ധനം വർദ്ധിച്ചു, ദൈവം നന്മ കൊടുത്തു, കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഒരുമിച്ചൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചു കാണും. പക്ഷേ കുറേ കഴിഞ്ഞ് സമ്പന്നതയും നന്മയും അനുഗ്രഹങ്ങളും ഒക്കെ വന്നപ്പം അപ്പന് ഇറച്ചിയിലങ്ങ് ഇഷ്ടമായി. ഇറച്ചി കൊണ്ടുത്തരുന്ന മോനോട് ഇഷ്ടമായി. നോക്കിക്കേ, ദൈവത്തിന് സ്തോത്രം. ചില കുഞ്ഞുങ്ങൾ കൂടുതൽ പഠിക്കുന്നവരായിരിക്കും, ചില കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കരുതുന്നവരായിരിക്കും. പക്ഷേ നമ്മൾ ഇനിയും ഇതിൻ്റെ അകത്തൊക്കെ ഒത്തിരി മർമ്മങ്ങളുണ്ട് കേട്ടോ. ഏശാവ് ബാസമത്തിനെയും അതുപോലെ തന്നെ മറ്റൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് ഞാനൊന്ന് നോക്കട്ടെ. ഏശാവ് യഹൂദത്തിനെയും ബാസമത്തിനെയും, ഹിത്യരായ യഹൂദത്തിനെയും ബാസമത്തിനെയും ഒക്കെ ഭാര്യയായിട്ടെടുത്തു. ആ ഭാര്യയായിട്ടെടുത്തപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? ഇസഹാക്കിനത് ദുഃഖകാരണമായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാനൊരു വലിയൊരു ആത്മീക മർമ്മം പറയാം. നമ്മൾ എവിടെ അധികം പ്രതീക്ഷ വെക്കുന്നോ അവിടെ പരാജയമായിരിക്കും. അതായത് ഈ യാക്കോബിന് 2 ഭാര്യമാരാണെന്നാണ് പറയുന്നത്, റാഹേലും ലേയയും. റാഹേൽ അതീവ സുന്ദരിയായിരുന്നു, ലേയയ്ക്ക് കാഴ്ച കണ്ണിന് മങ്ങലായിരുന്നു, ഈ പറയത്തക്ക സൗന്ദര്യമില്ല. പക്ഷേ ഈ അവഗണിക്കപ്പെട്ട ലേയയുടെ ഉദരത്തെയാണ് ദൈവം തുറന്നത്, റാഹേലിന് പിന്നീടാണ്. അപ്പം നമ്മൾ എപ്പോഴും ജീവിതത്തിൽ മനസ്സിലാക്കണം, നമ്മുടെ പ്രതീക്ഷ ദൈവത്തിലാകട്ടെ. അത് നമ്മൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല, ഞാൻ ഈ പറയുന്നതിൻ്റെ അതേ അർത്ഥത്തിൽ മനസ്സിലാക്കുക. 2 കുഞ്ഞുങ്ങൾ, 2 3 കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം തന്നാൽ ഒരുപോലെ സ്നേഹിക്കുക, വേർതിരിവുകൾ കാണിക്കാതിരിക്കുക. അപ്പം ഒരു ദൈവഭക്തൻ്റെ കുടുംബത്തിൽ പോലും സംഭവിച്ചത് ഈ ഒരു വേർതിരിവാണ്. അപ്പം ഇത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഞാൻ കണ്ട ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പൻ ഏശാവിനോട് പോയി വേട്ടയിറച്ചി കൊണ്ടുവാ, വേട്ടയാടി മൃഗത്തെ പിടിച്ചുകൊണ്ടുവാ, ആ മൃഗത്തെ ഭക്ഷണം ചെയ്തതിന് ശേഷം എനിക്ക് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് അമ്മ കേട്ടു. സത്യത്തിൽ ഇത് ഒന്നിച്ചെടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു. അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒന്നിച്ചെടുക്കണം. രണ്ടാമത്തെ കാര്യം, ഈ വീടിൻ്റെ വലിയൊരു പാളിച്ച ഞാൻ പറയാം. യാക്കോബിനോട് ഇത് രഹസ്യത്തിൽ കേട്ടിട്ട് ഇത് ചോർത്തി അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ജ്യേഷ്ഠൻ്റെ പോലെ നീ രോമവസ്ത്രമൊക്കെ ഇട്ട് ഞാൻ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാം, നീ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഈ യാക്കോബ് അമ്മയോട് പറയുന്നുണ്ട്, അപ്പൻ എന്നെ പിടിച്ചാൽ ഞാൻ ഉപായിയാണെന്ന് മനസ്സിലാക്കും, അനുഗ്രഹത്തിന് പകരം ശാപം എൻ്റെ തലമേൽ വരും. പക്ഷെ അമ്മ അന്നേരം എന്താ ചെയ്തതെന്നറിയാമോ? അമ്മ പറഞ്ഞു, മോനെ ഒരു കുഴപ്പമില്ല, ശാപം വരുന്നെങ്കിൽ എൻ്റെ മണ്ടയ്ക്ക് വരട്ടെ. നോക്കിക്കേ, ഒരു കള്ളത്തരത്തിന് ആരാ കൂട്ടുനിന്നത്? ഒരമ്മയാണ് കൂട്ടുനിന്നത്. പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത്, മക്കൾ ചെയ്യുന്ന പല തെറ്റിനും മാതാപിതാക്കൾ രഹസ്യമായി കൂട്ടുനിൽക്കും. പലരും അതിനനുകൂലമാണ്. ഒരുപാട് കുടുംബങ്ങൾ തകരുമ്പം പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നത് പലരും ഇതുപോലെ കൂട്ടുകെട്ടുകൾ അതിൻ്റെ പിന്നിൽ നമുക്ക് കാണാനായിട്ട് പറ്റും.
നമ്മുടെ മക്കളാണെങ്കിൽ പോലും അന്യായമായ കാര്യമാണെങ്കിൽ അതിനെ നമ്മൾ അന്യായമാണെന്ന് അവരുടെ മുമ്പിൽ നമ്മൾ പറയണം. അവർ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ തിരുത്തേണ്ടുന്നവർ മാതാപിതാക്കന്മാരാണ്. അവരെ കള്ളം പറഞ്ഞ് അവരെ വ്യാജമായ പ്രവർത്തികളിലൂടെ, തെറ്റായ പ്രവർത്തികളിലൂടെ പലതും ചെയ്യാൻ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചാൽ നാളുകളിൽ മക്കൾ രണ്ട് സ്ഥാനത്തായി പരസ്പരം ശത്രുക്കളെ പോലെ ആയിത്തീരും. എത്രയോ കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട്. എത്രയോ കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളുടെ ഇങ്ങനെയുള്ള പ്രവർത്തികൾ കൊണ്ട് ഹൃദയം വേദനിക്കപ്പെട്ടവരായി തീരുന്നുണ്ട്. എൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു, അപ്പനാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്നുള്ള നിലയിൽ അവർക്ക് കിട്ടേണ്ടുന്ന കരുതലോ കിട്ടേണ്ടുന്ന പരിഗണനകളോ ഒന്നും കിട്ടാതെ പല സ്ഥലങ്ങളിലും നമ്മളത് കാണുന്നുണ്ട്. തെറ്റിന് ഒരു കാരണവശാലും കൂട്ടുനിൽക്കാനായിട്ട് പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് ഒരു പേന എടുത്തുകൊണ്ട് വരുമ്പം അവൻ്റേതല്ല പേന എന്ന് നമ്മൾ കണ്ടാൽ, മോനെ നിനക്ക് ഇവിടുന്ന് കിട്ടി, അപ്പം അവൻ പറയും ഞാൻ ഇന്നയാടെ പേന എടുത്തുകൊണ്ട് വന്നു. നീ അവനോട് ചോദിച്ചിട്ടാണോ എടുത്തത്? അല്ല, ഞാനിങ്ങ് എടുത്തതാണ്, കൊണ്ടുപോയി കൊടുക്കടാ എന്ന് പറഞ്ഞ് ചെറിയ തെറ്റുകൾ പോലും നമ്മളവരെ കറക്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവർ വഴിതെറ്റിപ്പോകാതിരിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ ഇതിനൊക്കെ അനുകൂലമായ ഒരു നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ നാളുകളിൽ വലിയ ഭവിഷ്യത്തിലേക്ക്, വലിയ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. നിങ്ങൾ ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഈ എന്താ പറയുന്നത്, ഞാൻ ഒത്തിരി പേരെ ഞാൻ കാണിച്ചു തരാം. കുടുംബ തകർച്ചകൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിലെ അവിഹിതങ്ങൾ, ഇതൊക്കെ കണ്ടിട്ടുള്ള എത്രയോ തലമുറകൾ. പിന്നത്തേതിൽ ചിലർ കുടുംബജീവിതം വേണ്ടാന്ന് വെച്ചു. കുടുംബജീവിതം, ഞാൻ ഒരിക്കൽ വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്ന ഒരാളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ വീട്ടുകാർ ചിന്തിച്ചിരുന്ന ഏതാണ്ട് പൈശാചിക പോരാട്ടം കൊണ്ടാണ് കല്യാണം കഴിക്കാത്തതെന്ന്. പക്ഷേ അടുത്തിരുന്ന് സംസാരിച്ച് പ്രാർത്ഥിച്ച് മനസ്സ് തുറന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. വീട്ടിലെ അസമാധാനം കണ്ടിട്ട് ആ കുട്ടി ചോദിക്കുകയാണ്, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ഭാരം എടുത്ത് തലയിൽ വെക്കുന്നത്? കണ്ടോ, സത്യത്തിൽ കുടുംബത്തിൻ്റെ അകത്ത് സ്നേഹമുണ്ടാകേണ്ടിടത്ത്, ഐക്യത ഉണ്ടാകേണ്ടിടത്ത് അത് കണ്ടു വളരേണ്ട മക്കൾ ഇത് കാണുമ്പം അവർ പറയുക, ഞങ്ങൾക്കിനി ഇത് വേണ്ട, വെറുതെ എന്തിനാണ് ഈ നൂലാമാല എടുത്ത് തലയിൽ വെക്കുന്നത്? ഒറ്റയ്ക്ക് സന്തോഷത്തോടെ ജീവിച്ചാൽ പോരെ. നോക്കിക്കേ, ഏശാവും യാക്കോബും പരസ്പരം ശത്രുക്കളെ പോലെ ഒരു 20 കൊല്ലം മക്കളില്ലാതെ പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞുങ്ങൾ ഏകദേശം 20ഓളം വർഷം പരസ്പരം ശത്രുക്കളെ പോലെ ജീവിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതല്ലേ? ദൈവത്തിന് സ്തോത്രം. അപ്പം സംഭവിച്ചത് നിങ്ങൾ കണ്ടോ? അമ്മ എന്തു ചെയ്യുക? തെറ്റിന് കൂട്ടുനിൽക്കുകയാണ്. അടുത്തത്, ഈ ഏശാവ് തനിക്കിഷ്ടമുള്ള രീതിയിൽ യഹൂദത്തിനെയും ബാസമത്തിനെയും ഒക്കെ ഭാര്യമാരായിട്ട് എടുക്കുമ്പോൾ ഒന്നും ആ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവരെ ശരിയായ പാതയിൽ വഴി നടത്തുന്നതായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല. ഞാനത് പറയാനായിട്ടുള്ള കാരണം, എഫേസ്യ ലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കാതെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും വളർത്തണം. ഇന്നിപ്പം ബാലശിക്ഷയുടെയൊക്കെ കാലങ്ങൾ മാറി. കുഞ്ഞുങ്ങളെ വഴക്ക് പറയരുത്, കുഞ്ഞുങ്ങളെ അടിക്കരുത്, അവരുടെ മനസ്സിനെ നോവിപ്പിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊക്കെ എത്ര അടി കിട്ടിയതാ? അടി കിട്ടി ഓടിയിട്ടുണ്ട് ഇല്ലേ? പക്ഷേ അന്നൊക്കെ വേദനയായിരുന്നെങ്കിലും പിന്നത്തേതിൽ അതെല്ലാം നന്മയ്ക്കാണെന്ന് മനസ്സിലായി. അപ്പോൾ ബാലശിക്ഷ എന്ന് പറയുന്ന യഥാർത്ഥമായിട്ടുള്ള കുഞ്ഞുങ്ങളെ ദൈവിക അച്ചടക്കത്തിൽ വളർത്താനുള്ള ഒരു ഉത്തരവാദിത്വം മാതാപിതാക്കളായി നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അടുത്തത് പഥ്യോപദേശം. പഥ്യോപദേശം എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥമായി ദൈവവചനത്തിൻ്റെ ഉപദേശം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. അവരുടെ പോക്ക് ശരിയല്ലെന്ന് കണ്ടാൽ അവരെ വിളിച്ചിരുത്തി അവരെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കുകയും ദൈവസ്നേഹത്താൽ നിറയ്ക്കുകയും മാതാപിതാക്കൾ മക്കളോടുകൂടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ആരാധനയ്ക്ക് പോവുകയും ഒന്നിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയും ഒരു പ്രശ്നങ്ങളിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഫാമിലി ഫാസ്റ്റിംഗ് ഒക്കെ നല്ലതായിരിക്കും. ഒന്നിച്ച് നമ്മൾ കുടുംബത്തോടൊപ്പം ഒന്നിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഇടയ്ക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വന്ന വഴികളെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ദൈവത്തെക്കുറിച്ച് അവരോട് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളെ നമ്മുടെ ആ ഒരു പരിധിയിൽ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ആ ഒരു പ്രമാണത്തിൻ്റെ അകത്ത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ.
ശമൂവേൽ പ്രവാചകൻ്റെ ബാല്യകാലത്ത് ഏലി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ ഇസ്രായേലിലുണ്ടായിരുന്നു. ആ പുരോഹിതനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മക്കൾ ദൈവദൂഷണം പറയുന്നു, പ്രവർത്തിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും മക്കളെ ശാസിച്ച് അമർത്തായികയാൽ, ഇത് ദൈവത്തിൻ്റെ വാക്കുകളാണ്, മക്കളെ ശാസിച്ച് അമർത്തായികയാൽ ഏലിയുടെ കുടുംബത്തിൻ്റെ മേൽ നാശം വരും. എന്ത് മനസ്സിലായി? ചിലപ്പോൾ നമ്മുടെ മക്കൾ തന്നെ ആയിരിക്കാം, പക്ഷേ ശാസിക്കണം, അമർത്തണം. അവരിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നീ ചെയ്തത് തെറ്റാണെന്ന് പറയണം. കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാനായിട്ട് പാടില്ല. കുടുംബജീവിതത്തിൽ വേർതിരിവുകൾ പാടില്ല. ഐക്യതയുണ്ടാകണം. ഒന്നിച്ച് തീരുമാനങ്ങൾ എടുക്കണം. ഒന്നിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും അവരുടെ മനസ്സിൽ ഈ സ്നേഹമെന്ന് പറയുന്നത് ഫ്രീസറിൻ്റെ അകത്ത് വെക്കാനുള്ളതല്ല. ചില മാതാപിതാക്കൾക്കുള്ളിൽ ഭയങ്കര സ്നേഹമാണ്, പക്ഷെ അവർക്ക് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. ഇല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് ഒന്ന് കെട്ടിപ്പിടിച്ച് അവർക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത്, നീ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ്, ദൈവം നിന്നെ ഞങ്ങൾക്ക് തന്നതാണ്, ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ രാത്രിയിലും, ഈ പണ്ടൊക്കെ വല്യമ്മച്ചിമാരൊക്കെ ഈ ഒക്കത്ത് അല്ലെങ്കിൽ ഈ കൈക്കട കിടത്തി കഥ പറഞ്ഞാണ്, എൻ്റെ അമ്മച്ചി എന്നോട് കഥ പറഞ്ഞാണ് എന്നെ ഉറക്കിയത്. പക്ഷെ ഇന്നെന്താ സംഭവിക്കുന്നത്? പിള്ളേരൊരു സൈഡിൽ കിടക്കുന്നു, അമ്മമാർ മൊബൈലും കൊണ്ട് ഇപ്പുറത്തിരിക്കുന്നു. കുഞ്ഞുങ്ങളോടുകൂടെ സമയം ചെലവഴിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാം സമയം കഴിഞ്ഞു പോയി. പ്രിയപ്പെട്ടവരെ, ആമേൻ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ചില ആശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ ദൈവവചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം കൂടെ പറയുകയാണ്. ഇതെല്ലാം സംഭവിച്ചിട്ടും ദൈവം ആ കുടുംബത്തെ കണ്ടിരുന്നത് കൊണ്ട് 20 വർഷം വേർപിരിഞ്ഞ് ജീവിച്ചു എന്നൊക്കെ ഉള്ളത് സത്യമാണ്. പക്ഷേ പിന്നത്തേതിൽ ദൈവം ഇവരെ എല്ലാം ഓർത്തു. യാക്കോബിനോട് ദൈവം സംസാരിച്ചു. ഏശാവിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴും ഏശാവും ഒരു നല്ല രീതിയിലുള്ള ഒരു ജീവിതം, അല്ലെങ്കിൽ തകർന്നൊന്നും പോയതായിട്ടല്ല നമ്മൾ കാണുന്നത്. നോക്കിക്കേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, മക്കളെക്കുറിച്ചൊക്കെ ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ സ്നേഹത്തോടെ പറയരുത്, നിരാശപ്പെടരുത്. നമ്മുടെ ജീവിതത്തിൽ പലതും ഉണ്ടായിട്ടുണ്ടാകും. കുറച്ച് മുമ്പ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പ്രശ്നങ്ങൾ കൂടാതെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതല്ല, നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്താണ് കാര്യങ്ങൾ പോകുന്നതെങ്കിലും നിരാശപ്പെടാതെ പ്രാർത്ഥിക്കുക. അവർ നമ്മുടെ സ്ഥലം വിട്ട് മറ്റൊരു ദേശത്ത് പോയാലും അവിടെയും അവരോട് സംസാരിച്ച് അവരെ മടക്കിക്കൊണ്ടുവരാൻ ദൈവം വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവജന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾക്ക് ഒരുപോലെ സ്നേഹിപ്പാനും അവരുടെ മുമ്പിൽ മാതൃകയുള്ള ജീവിതം നയിപ്പാനും പ്രസംഗത്തെക്കാൾ പ്രാർത്ഥനയേക്കാൾ അധികം ദൈവമേ ഒരു മാതൃകാ ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നതും ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതും ഞങ്ങളുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുവാൻ, കുടുംബജീവിതത്തിൽ ഒന്നിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മുമ്പോട്ട് പോകുവാൻ ഞങ്ങൾക്കൊക്കെ കൃപ നൽകണം. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ഈ ദൈനംദിന സന്ദേശങ്ങൾ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളിലും അവരുടെ തലമുറകളിലും ദൈവമേ വലിയ ദൈവാനുഗ്രഹങ്ങൾ കർത്താവ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ.